ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നേരത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കുറച്ച് കൂടുതൽ ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാം മാക്സിമം സ്കിപ്പാക്കാൻ ശ്രമിക്കണം. സോ ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. തീരുന്ന എവിടെയെന്ന് കണ്ടറിയാം. ഏകദേശം 15ഓളം പിള്ളേരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാത്തിനെയും നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛനും അമ്മയും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജേ നോക്കിക്കൊണ്ടിടാന്ന് പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ സീറ്റിംഗ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്ത് പല പല സൈഡിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ചൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. ഒരു സീറ്റ് മാത്രം മാറി അങ്ങേ അറ്റത്തുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അപ്പുറത്തെ സീറ്റ് വല്ല ചെറുപ്പക്കാരിയായ പെണ്ണ് വരുമെന്ന് ഓർത്ത് ഒരുത്തം മാത്രം അവിടെ പോയിരുന്നു. തൊട്ടപ്പുറത്ത് അമ്മൂമ്മയെന്ന് കണ്ടപ്പോഴത്തേക്കും അവൻ്റെ ബോധം പോയി, അവനങ്ങ് ഉറങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒരു അതിഥി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, ഡോണ്ട് ഗോ ബിഹൈൻഡ് ബട്ടർഫ്ലൈസ്, ബിൽഡ് എ ഗാർഡൻ ആൻഡ് ബട്ടർഫ്ലൈസ് കം ടു യു. അങ്ങനെ ഒരു ബട്ടർഫ്ലൈ എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനിതിന് എന്തായാലും ഇപ്പോഴൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തനി കുണം പുറത്തിറക്കാൻ തുടങ്ങി. കണകുണമെന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ ABCD അറിയാത്ത എല്ലാവരും കൂടെ അവിടെ അങ്ങ് സ്റ്റാർ സിംഗർ തുടങ്ങി. നിങ്ങളുടെ കാണരാഗം കേട്ട് എല്ലാവരും അടുത്തപ്പോഴത്തേക്കും വല്ല നല്ല പാട്ടും പാടുക രാജെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ അങ്ങ് വിളിച്ച്. പിന്നെ ഞാനും കൂടെ അവരുടെ കൂടെ കയറി അങ്ങ് കൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരുടെയൊക്കെ നോട്ടമൊക്കെ മാറാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ പതി അങ്ങ് പാട്ടങ്ങ് നിർത്തി. കുറേ ആയില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഊരിക്കളഞ്ഞ പഴത്തൊലി പോലെ കുറേ എണ്ണം ഫ്ലാറ്റ് ആവാൻ തുടങ്ങി. എന്തോ എൻ്റെ പാട്ട് കേട്ടിട്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ അതിഥി എന്നെ വിട്ടിട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഗൈസ്. ആൾ എറണാകുളം സൗത്തിൽ നിന്ന് കയറിയാണ്. ഇപ്പോൾ കരുക്കുറ്റിയായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തോരം പോകും നോക്കാം. പിന്നൊരു കാര്യം, ഇതൊരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ചിത്രശലഭം അല്ല കേട്ടാ. ഇറ്റ് ഈസ് എ നിശാശലഭം എന്നൊക്കെ പറയും, അതായത് മോത്തെന്ന് പറയും. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ തുടർന്ന് ദ ഗ്രേറ്റ് ഭാരതപ്പുഴയുടെ മുകളിലെത്തിയപ്പോഴത്തേക്കും അവിടെ കുറേ അണ്ണാച്ചിമാർ നിന്ന് തുണിയും കോണാനൊന്നും ഇല്ലാണ്ട് ഇന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെല്ലാം കൂടി അതിൻ്റെ വായി അങ്ങ് നോക്കാൻ തുടങ്ങി. നോക്കി വെള്ളം ഇറക്കുന്നത് നമ്മളെ കൈയോടെ പിടിച്ച് ഗായ്സ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അതിഥി അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആൾ വടക്കാഞ്ചേരി വരെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ കാണാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായിട്ടുള്ള പല കുളിസീനുകളും കണ്ടു കഴിഞ്ഞിട്ട് ഇതുങ്ങൾ ബോറടിച്ച് എന്ത് ചെയ്യുമെന്ന് ഇരുന്നപ്പോഴാണ് ഞാൻ ലുഡോ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ എല്ലാവരെയും ലുഡോയിൽ മലത്തി അടിച്ച ശേഷം ഞാൻ പിന്നെ പിള്ളേർ കളിച്ചോട്ടെ എന്ന് ഓർത്ത് അവർക്കങ്ങ് വിട്ടുകൊടുത്ത് അവരിരുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം പിന്നെ ലുഡോയുടെ പുറകെയായിരുന്നു. അങ്ങനെ വന്ന് വള്ളിക്കുന്ന് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വള്ളിക്കുന്നിലെത്തിയിട്ടും നമ്മുടെ അതിഥി നമ്മളെ വിട്ട് പോയിട്ടില്ല. എൻ്റെ നെഞ്ചോട് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനോട് താഴെയായിട്ട് വയറ്റത്തായിട്ട് അതിഥിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ നമ്മളെ തലശ്ശേരി വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ പാണ്ടക്കെട്ട് വാക്രിയും പാട്ടയായിട്ട് എല്ലാവരും ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ ഹോസ്റ്റലിലോട്ടാണ് പോകേണ്ടത്. ആമയുടെ മോളിൽ മന്ത് വന്ന പോലെയാണ് ഓരോന്നും 3-4 ബാഗ് മുതുകത്ത് ചുമന്നിട്ട് നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് നിറച്ചും സൺസ്ക്രീമും ഫേസ് ക്രീമും മൗത്ത് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൊട്ടിയും സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതെല്ലാം കൂടി ചുമന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബുക്കൊന്നും കാണത്തേ ഇല്ല. ഓരോ പെട്ടിക്കും വല്ല 10-12 കിലോയെങ്കിലും കാണും. ഇതൊക്കെ കൊണ്ടുതന്നെ പോട്ടെ, സ്വന്തമായിട്ട് പിടിക്കാൻ പറ്റിയും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ പൊക്കിയും തള്ളിയും കൊടുക്കാൻ നമ്മൾ തന്നെ വേണ്ടി വന്ന്. ഒരു പെട്ടി തന്നെ 3-4 പേരും ചേർന്നാണ് പൊക്കുന്നത്. പിന്നെ ഞാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കയറ്റം കയറിപ്പോയി. ഈ ഓട്ടോ വന്ന റോഡിൻ്റെ ഒരു 45 ഡിഗ്രി മുകളിലായിട്ട് മറ്റൊരു ചെറിയ റോഡുണ്ട്. ആ റോഡ് വഴി കയറി മുകളിലെത്തുമ്പോഴാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അത്യാവശ്യം വലിയ സെറ്റപ്പാണ്. ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം 4 ബോയ്സാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ 2 കട്ടിലുണ്ട്, ഒരു വലിയ അലമാരയുണ്ട്. അലമാരയിൽ തന്നെ 4 ഷെൽഫ് പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് വേറെ ചെറിയ 2 റൂമുണ്ട്. ഒരു റൂം വേണമെങ്കിൽ കിച്ചൺ എന്ന് പറയാം. അപ്പോൾ അതിൽ അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ട്. സ്റ്റൗവും ഗ്യാസൊന്നും ഇല്ല, കിച്ചൺ എന്ന് പേരുണ്ട്. അപ്പുറത്തെന്ന് പറയുമ്പോൾ ബാത്റൂമാണ്. അവിടെ പിന്നെ എന്താ ഉള്ളതെന്ന് അറിയാമല്ലോ. മലയുടെ മണ്ടയിലായതുകൊണ്ട് തന്നെ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ല പച്ചപ്പ് പിടിച്ച സീനറി ഉണ്ട്. മല, ചരിവ്, കുന്ന്, ചരിവ്, മല, കാട്, പടലം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ 5-6 മണിക്കൂറിന് ട്രാവൽ ചെയ്ത് ക്ഷീണം മാറ്റാൻ വേണ്ടി എല്ലാവരും കുളിച്ച് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനർജി കിട്ടി. അപ്പോൾ വീണ്ടും വാല് പൊക്കി തുടങ്ങി. എന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടി അവിടെ സാരി ഗാമാപ്പ തലശ്ശേരി തുടങ്ങി. പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് അവിടെ കിടത്തി ഉറക്കിയിട്ടില്ല. ഒരു ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലെയും സൗകര്യം പോയാലും വി ഓൾ എൻജോയ് ദാറ്റ് ഡേ എ ലോട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.